ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു മോർണിംഗ് റൊട്ടീന് കണ്ടാലോ. എന്നും ഞാൻ ഷോർട്സ് ആണല്ലോ ഇടൽ. ഇന്നൊരു കുറച്ച് ലെങ്ത്തുള്ളൊരു കുഞ്ഞു വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് മീൻ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ വെക്കുന്നത്. അത് ചൂളയാണെന്ന് തോന്നുന്നു. ചൂളയാണ്. അപ്പോൾ അതിനുള്ള മസാലയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് അതിനിടയ്ക്ക് അനൂസിന് മദ്രസയിൽ പോകാൻ സമയമായി. അനൂസ് മദ്രസയിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ചീരൻ്റെ ഇല ഉണ്ടായിരുന്നു. അതൊന്ന് ചമ്മന്തിയൊക്കെ പൊടിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് കോളിഫ്ലവറും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വാർത്ത് വെച്ചതായിരുന്നു. ഇപ്പം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. വേവിച്ചല്ല പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചായക്ക് കടിയായിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്കുള്ള ചമ്മന്തി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കറിക്കുള്ള തേങ്ങയും അരച്ചെടുക്കണം. അപ്പോൾ പുട്ട് ഓരോന്നായിട്ട് അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. മീനിൻ്റെ മസാലയൊക്കെ വെന്ത ശേഷം ഞാൻ മീനിട്ട് തിളപ്പിച്ചെടുത്തു. പിന്നെ തേങ്ങ അരച്ചത് മീനിലോട്ട് ചേർത്തിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ അതുപോലെ കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് അടച്ചു വെച്ചു. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ചീരൻ്റെ ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഓരോന്നിൻ്റെയും ഗ്യാപ്പിലാണ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനിടയ്ക്ക് അസ്മൽക്കാക്ക പോവാനൊക്കെ റെഡി ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുപോകാനുള്ളതൊക്കെ ഒന്ന് അതിനിടയ്ക്ക് പാത്രത്തിലാക്കി നമ്മുടെ ചീരൻ്റെ ഉപ്പേരിയും കോളിഫ്ലവർ പൊരിച്ചതും കുറച്ച് മാങ്ങച്ചാറും മീൻകറിയും എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നേരത്തെ പോകണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 8 മണി ആവുന്നേ ഉള്ളൂ. നമ്മുടെ ഫുഡൊക്കെ റെഡിയായി. അങ്ങനെ അസ്മൽക്കാക്ക പോവാനും ഇറങ്ങി. അനൂസ് മദ്രസ് വിട്ട് വന്നിട്ടില്ല. 9:30 ആവും വരാൻ. അപ്പോഴേക്ക് നമുക്ക് അടുക്കള ഇത്രയായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം. ഡാനിക്കുട്ടൻ എണീറ്റിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. രാത്രി എത്ര നന്നാക്കി വെച്ചാലും രാവിലെ ആകുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും അനൂസ് മദ്രസ വിട്ട് വന്നു. അനൂസിനുള്ള ചായയൊക്കെ കൊടുക്കുകയാണ്. ചായ ഇവർ കുടിക്കലില്ല കേട്ടോ. വെള്ളമാണ് കുടിക്കുക. ചായ കുടിക്കാൻ അത്ര താല്പര്യമല്ല, പ്രത്യേകിച്ച് രാവിലെ തന്നെ. അങ്ങനെ ഞാൻ പുട്ടും മീൻകറിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുക്കളയിലുള്ള പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുപ്പിൻ്റെ ഈ ഭാഗത്തേക്ക് എല്ലാം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് തണയൊക്കെ നന്നായിട്ട് തുടച്ച് ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡൈനിങ് ടേബിളും ഒക്കെ ഒന്ന് നീറ്റാക്കി കുറച്ച് പെനോയിലോ ഡെറ്റോളോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഞാൻ എന്നും ഒരു പ്രാവശ്യം തുടയ്ക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി. പിന്നെ റൂമിലോട്ട് വന്നിട്ട് ഇങ്ങനെ ആയി കിടക്കുന്നുണ്ട്. അതും ഒന്ന് തട്ടിക്കുടഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഡെയിലി എടുത്തിട്ട് തട്ടിക്കുടഞ്ഞിട്ടാണ് വിരിച്ച് വെക്കൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ റൂമിൽ ഡാനിമോൻ ഉറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അത് ഡാനിമോൻ എഴുന്നേറ്റിട്ടാണ് നന്നാക്കി എടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ലൈറ്റ് ഇട്ട് കാണിക്കാത്തത്. അതിന് ശേഷം അലക്കാനുള്ളതൊക്കെ പെറുക്കിയെടുത്ത് മെഷീനിലിട്ടു അലക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. പിന്നെ നമ്മുടെ മുറ്റമൊക്കെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. എല്ലാ ദിവസവും അടിച്ചു വരുന്നതാണ്. പക്ഷെ കാറ്റടിച്ചിട്ട് ഇതുപോലെ ഒന്നായിട്ട് ഇലയൊക്കെ വീഴും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം തലേ ദിവസം അലക്കിയതൊക്കെ കുറച്ച് ഉണങ്ങാത്തതുണ്ടായിരുന്നു. അതൊക്കെ മുറ്റത്തെ അയലിലേക്കൊന്ന് വിരിച്ചിട്ടു. വെയിൽ കൊണ്ട് ഉണങ്ങുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴേക്ക് ഡാനിമോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ ഡാനിമോനെ അങ്കണവാടിക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. അനൂസ് അവിടെ അതാ ഒരു മിഠായി കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്കണവാടിക്ക് പോവുകയാണ്. വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിട്ട് പറയാതെ തോളിൽ കിടക്കുകയാണ് കേട്ടോ. പോകാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഡാനിമോന് ഇക്കുവിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡിന് പോവാതെ ഷോട്ടിനാണ് വരുന്നത്. ഒരു കുഞ്ഞു ഇടയുണ്ട്. ആ ഇട വഴിയിട്ടാണ് കേട്ടോ നമ്മൾ കയറി വരുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ അങ്കണവാടി ഇതാ എത്തിയിരിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ വേഗം തന്നെ ഇറങ്ങിയിട്ട് ടീച്ചറേന്ന് വിളിച്ചിട്ട് പോകുന്നുണ്ട്. നല്ല ഹാപ്പിയിലൊക്കെയാണ്. വേഗം വരണേ വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റയൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന വഴിക്ക് കണ്ടതാണ്. ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്തില്ലായിരുന്നു. പെരിച്ചായി മാന്തിയിട്ട് മണ്ണൊക്കെ താഴെ നിറച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇത്രയൊരു മണ്ണിട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് പോന്നു. നേരെ വീട്ടിലേക്ക് പോരുകയാണ്. ഇനിയിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇനി ബാക്കി പണികളൊക്കെ ചെയ്യണം. അപ്പോൾ അനൂസിന് മദ്രസ വിട്ട് വന്നപ്പോൾ പുട്ടും ചായയൊക്കെ കുടിച്ചതാണ്. ചായ കുടിച്ചിട്ടില്ല, പുട്ട് കഴിച്ചതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും കൊടുക്കണം എന്ന് കരുതിയിട്ട് അനൂസിനെ വിളിക്കാൻ വന്നതാണ് കേട്ടോ. ഉപ്പിലിട്ട സാധനങ്ങളും അതുപോലെ മിഠായികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു പഴമൊക്കെ കഴിപ്പിച്ച്, പുട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞൊന്നും കഴിക്കാൻ വേണ്ടാന്ന് പറഞ്ഞ് പഴമൊക്കെ കഴിച്ച് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചായ കുടിക്കാനിരിക്കുകയാണ്. ഞാൻ ചോറ് കണ്ടപ്പോൾ ചോറ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.